ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 4-1-3-2 എങ്ങനെയുണ്ട് ഫോർമേഷൻ എന്ന് പറയാൻ പോവാണ്. അപ്പം കളിക്കേണ്ട എങ്ങനെയാണെന്ന് ഗൈഡും കാര്യമൊന്നും ആയിരിക്കില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഗെയിം പ്ലേയിലൂടെയും അതേപോലെ ഇതിലൂടെയും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട്, കുറച്ച് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുള്ളൂ, ലൈക്ക് കുറേ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കണ്ടൻസുമായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ റാങ്ക് പുഷ് വീഡിയോസ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ അത് തന്നെ പറയാം. റാങ്ക് പുഷ് ഇപ്പോൾ ഭയങ്കര ഷോക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ കണ്ടൻറ്റൊക്കെ നോക്കുന്നത്. നമുക്ക് നോക്കാം, സെറ്റായാലും നമുക്ക് റാങ്ക് പുഷ് തന്നെ തിരിച്ച് വന്ന് സെറ്റാക്കി അങ്ങ് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നോക്കുക. 4-1-3-2 ഡെസ്റ്റാംസ്, 2 ഗോൾ പോച്ചർ, ക്ലാസിക് നമ്പർ 10 AMF, റൈറ്റ് മിഡ് ലെഫ്റ്റ് മിഡ് സ്പീഡ് പ്ലേയേഴ്സാണ് യൂസ് ചെയ്യാൻ നോക്കുന്നത് മാക്സിമം. പിന്നെ DMF ആങ്കർമാൻ, ബിൽഡപ്പ് പ്ലസ് ഡെസ്ട്രോയർ ആയിട്ടാണ് സെൻറ്റർ ബാക്ക് ഉള്ളത്. പിന്നെ റൈറ്റ് ബാക്ക് ഡിഫെൻസീവും ലെഫ്റ്റ് ബാക്ക് ഒഫെൻസീവും ആയിട്ടാണുള്ളത്. ഗോൾ കീപ്പേഴ്സ് നോർമൽ റാൻഡായിട്ട് ഇത് പിക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, കെവിൻ ഡെ ബ്രൂയ്ന. ഓ, ഇനിയസ്ത ഇസ് എ ലോങ് റേഞ്ചർ. ഓക്കെ, ഗോളി എന്തായാലും സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എംബാപ്പെ, ലൗട്ടാറോ. എടാ, മിസ് പാസ്. എത്ര നേരെ എന്ന് പറയുക ഗൈസ്, ഫുൾ ടൈം മിസ് പാസിംഗ് ആണ് എനിക്ക് ഫോർമേഷൻ ഒന്നും സെറ്റായി വന്നില്ല. ഓക്കെ, ഫൈനലി ലൗട്ടാറോ മാർട്ടീനസ്, നൈഡർ, എംബാപ്പെ. എവിടെ പോയി? ഓക്കെ 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 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇറ്റ്സ് റൂമിനിക്. അഗ്രസീവ് ട്രാക്സ് ബാക്ക്. ലെറ്റ്സ് ഗോ ബോയ്സ്. ഇപ്പോൾ റൂമി അങ്ങനെ ഒരു സ്കോർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഫസ്റ്റ് ഗോൾ ഇൻ 4-1-3-2 ഗൈസ്. അങ്ങനെ ഇപ്പം ഓക്കെ, ഹാഫ് ടൈം ആയിട്ടുണ്ട്. എനിക്കൊന്നും സെറ്റാകുന്നില്ല, കുറച്ച് പണിയുണ്ടെന്ന് തോന്നും. പക്ഷേ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡിഫെൻഡ് കുറച്ചേ ചെയ്യുന്നുള്ളൂ, കുറച്ച് പണിയാണ്. ഡിഫെൻഡിങ്ങും കുറച്ച് പണിയുണ്ട്, കാരണം 4-1 അല്ലേ, അവിടെ ഒരു DMF ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ബോൾ കിട്ടിയിട്ടുണ്ടായി. സെക്കൻഡ് ടൈമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ലൗട്ടാറോ ഫിനിഷ്. അവിടെ ഗോൾ മാൻ, ഇറ്റ്സ് ലൗട്ടാറോ മാർട്ടീനസ് ഗൈസ്. ഇനിയസ്റ്റ. എടാ, ഇവൻ ഇനിയസ്റ്റ വെച്ചിട്ട് മാത്രമേ അടിക്കുള്ളൂ. കിട്ടില്ല ഷൂട്ട് ഗൈസ്, ഒരു രക്ഷ ഉണ്ടായില്ല. ഓക്കെ, സ്നൈഡർ, എംബാപ്പെ, സ്നൈഡർ. ഓക്കെ, ഞാൻ രണ്ടാളെ റൺ ചെയ്യുന്നതാണെന്നുണ്ട്. ലെറ്റ്സ് ഗോ എംബാപ്പെ, ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ്, LMF ആണ് എംബാപ്പനെ ഇട്ടിട്ടുള്ളത്. സ്പീഡി പ്ലേയേഴ്സ് LMF ഇടുമ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്, LMF RMF ഇടുമ്പോൾ. കാരണം ഇതേപോലെ CF കഴിഞ്ഞാലും അവിടെ ഒരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടാവും. നല്ലൊരു ഫോർമേഷൻ ആട്ടോ എന്തായാലും. ഡെബ്രോയിന, ഷൗമിനെ എടുക്ക്. നൈസടാ ഷൗമിന്, കമോൺ. എടാ, ഡെബ്രോയിന ലോങ് റേഞ്ച്. ഓ, എൻ്റെ മോനെ കുറേ നേരം ലോങ് റേഞ്ച് ട്രൈ ചെയ്യുന്നു. സെക്കൻഡ് അവസാനം അങ്ങനെ ഒരു ഗോൾ അടിച്ച് ഗൈസ്. ഇപ്പം നമ്മളെ ഒന്നാമത്തെ കളിയുണ്ട്. സോറി, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, ഒന്നാമത്തെ കളി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജയിച്ചിട്ടാണുള്ളത്. 3-1 വിൻ ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മാച്ചിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഒപ്പോണൻറ്റ് സ്ക്വാഡ് ഫുൾ ബേസ് കാർഡ്സ് ഗൈസ്. എന്താവുമെന്ന് അറിയില്ല, സ്ക്രിപ്റ്റ് അടിക്കുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. മെസ്സി, എൻ്റെ മോന് ബേസ് ഗൈസ്, ബേസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. മറഡോണ എടുത്തിട്ടുണ്ട് ഗൈസ്, എടുക്കൂലെന്ന് വിചാരിച്ചു. ഓക്കെ, വൺ ടച്ച് പാസ്, മെസ്സി പാസ് ടു ലൗട്ടാറോ, ഈസി ഫിനിഷ്. ലെറ്റ്സ് ഗോ. നമുക്കെന്ത് ബേസ് കാർഡറാ, ഇങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് മിസ് പാസിങ് ആണല്ലോ. അവിടെ എംബാപ്പെ, ലെറ്റ്സ് ഗോ. എന്ത് ഡിഫെൻഡിങ് ആണ്, ഇങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യൂ ബേസ് കാർഡ്സ്. എത്ര നേരമായി എന്നറിയോ ഗൈസ് ഞാൻ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കളിക്കുന്നത്. നമുക്ക് 70% എൻ്റെ ഇതിലുണ്ട്, പക്ഷെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല, ത്രൂ ബോളിന് ഒരു ചാൻസ് ഇല്ല. സം ബേസ് കാർഡ് തിങ്സ് ഗൈസ്. മൊറാട്ട. എടാ അൺട്രെയിൻഡ് ഗോളി, എന്തൊരവസ്ഥയാണ്. നമ്മളൊരു ചാൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടും, അവന് ഈസി വീണിട്ടൊക്കെ എണീച്ച് പോകുന്നു. ഓക്കെ, സാലിബ. ന്യൂനസ്. ഇവിടെ എന്ത് ത്രൂ ബോള്, കിടിലൻ ഗോളായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷെ ആ ത്രൂ ബോളൊക്കെ എങ്ങനെയാടാ പോകുന്നത്, ഞാനൊക്കെ എവിടെ നിന്ന് ഇട്ടാലും ത്രൂ പോകുന്നില്ലടാ. ഓക്കെ, എംബാപ്പെ പാസ് ടു സോൺ ഹ്യൂമിൻ, ഡബിൾ ടച്ച്, ലെറ്റ്സ് ഗോ. എടാ, അത് കിട്ടിയ ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ച്. ഓക്കെ, വൺ മോർ ഡബിൾ ടച്ച് ആൻഡ് എംബാപ്പെ ഫിനിഷ്. ഓക്കെ, വാട്ട് എ ഗോൾ ഗൈസ്. എടാ, എന്ത് പണിയാന്നറിയത് കയറി പോകാൻ വേണ്ടിട്ട്. അവർക്കൊക്കെ എത്ര സ്പീഡ്, അൺട്രെയിൻഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്. മറഡോണ, എംബാപ്പെ, ത്രൂ ബോൾ. ഫൈനലി ഒരു ത്രൂ ബോൾ വന്നാണ്ട്, ഈസി ഗോൾ ഗൈസ്, ലെറ്റ്സ് ഗോ. അതെന്താണ് അങ്ങനെ ഒരു ഷൂട്ട്, ഗോളി എന്തോ ജയൻ്റ് ആയ പോലെ പെട്ടെന്ന് ലൊട്ട. നല്ല ചാൻസ് ആയിരുന്നു ഗൈസ്, ഞാൻ പോയിട്ട് കൊളാക്കി. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് മാച്ച് ജയിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ എന്ത് ഭാഗ്യം പോലെയാണ് ജയിച്ചത്. കുറേ കളിച്ച് നോക്കി, പക്ഷേ
നടക്കുന്നുണ്ടായില്ല. അവസാനം എങ്ങനെയോ ഒരു ഗോളും കൂടി അടിച്ച് ജയിച്ചു ഗൈസ്. നിങ്ങൾക്ക് പൊസിഷനും പാസിങ്ങും കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് മൂന്നാമത്തെ മാച്ചിലേക്ക് പോവാം. ഓക്കെ, സല, സ്നൈഡർ, പാസ് ടു ലൗട്ടർ. ലെറ്റ്സ് ഗോ. നല്ല ചാൻസ്. ഇത് ഗോൾ അടിച്ചില്ലേ തീർന്ന്. ഓപ്പൺ ചാൻസ്, പാസ്, ഇറ്റ്സ് ഓൺ ഹ്യൂമൻ. ലെഫ്റ്റ് സൈഡ് അങ്ങനെ ഗോൾ അടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ഉള്ളിലേക്കുള്ള റണ്ണുണ്ട്, അത് അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് ഡിലൈറ്റ്. സ്നൈഡർ, പാസ് ആൻഡ് മൂവ്, ബാക്ക് ടു ലൗട്ടറോ. ലെറ്റ്സ് ഗോ. ഇവിടെ പൊളി. ലെറ്റ്സ് ഗോ. ഓക്കെ, റുമി, ആൻഡ് ഈസി ഗോൾ. ലെറ്റ്സ് ഗോ. അല്ലെങ്കിൽ അവിടെ ഒരു എടാ ലെറ്റ്സ് ഗോ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലേ. സോറി ഗൈസ്, ആരും കമൻറ്റ് ചെയ്ത് പറയണ്ട. ലെറ്റ്സ് ഗോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിലൊന്നാണ്. അപ്പം നമ്മൾ 2 അടിച്ചിട്ടുണ്ട് ഗൈസ്. ഈസി ഗോൾ. ഓക്കെ, ഇറ്റ്സ് ലൗട്ടറോ. സ്നൈഡർ, ബാക്ക് ടു സ്നൈഡർ. ലൗട്ടറോ റൺ ചെയ്യുന്നുണ്ട്. ഓ സോറി, റുമിയായിരുന്നു. ഓക്കെ, സ്നൈഡർ. ലെറ്റ്സ് ഗോ. എടാ വീണ്ടും ലെറ്റ്സ് ഗോ എന്നല്ല. ഇതിപ്പോൾ കട്ട് ചെയ്ത് ഇടുമ്പോൾ നിങ്ങൾ ലെറ്റ്സ് ഗോ മാത്രമേ കേൾക്കുമല്ലേ. സോറി ഗൈസ്. നമ്മൾ 3 ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഇവൻ കീഞ്ഞ് പോകുന്നവരുണ്ട് മിക്കവാറും. ഓക്കെ, സ്നൈഡർ. എടാ ഇതെന്നാ എംബാപ്പെ. യോ മാൻ, ദാറ്റ്സ് എ ഗുഡ് ഗോൾ. എടാ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, അങ്ങനെയൊന്നും അടിച്ചു കയറ്റുമെന്ന്. കാരണം അങ്ങനെ ആരെങ്കിലും സ്റ്റണ്ടിങ് അടിക്കാൻ നോക്കുമോ പെട്ടെന്ന്? ദാറ്റ്സ് ഡിഫറെൻറ്റ് മാൻ. ഗുഡ് ഗോൾ. കിറ്റ്സ് റോഡ്രി, റുമി. എടാ സ്പേസ് നോക്കട സെൻറ്ററിൽ, പക്ഷേ ഗോൾ അടിക്കാനില്ല ഗൈസ്. ഓക്കെ, വീണ്ടും ലൗട്ടറോ. സ്റ്റാൻഡിങ് ഷോട്ട്. ലെറ്റ്സ് ഗോ. എടാ വീണ്ടും ലെറ്റ്സ് ഗോ. സോറി അത് വിട്. പക്ഷേ നമ്മൾ സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ച് തിരിച്ച് ഒരു കിടിലം റിവെഞ്ച് ഇട്ടിട്ടുണ്ട്. അവൻ്റെ സെലിബ്രേഷൻ പിന്നെ. ഓക്കെ, ഇറ്റ്സ് ഓൺ ഹ്യൂമൻ. ലൗട്ടറോ, പാസ് ആൻഡ് മൂവ് ആയില്ല. ഓക്കെ, സ്നൈഡർ, നൈസ് സേവ് മാൻ. ഓക്കെ, വെല്ലിംഗം, ബെർഗോമി, ഫിനിഷ്. ഈടോ അതെന്ത് ചവിട്ടട ബെർഗോമി. ദാറ്റ് വാസ് OP മാൻ. ഇത് എത്ര ഗോൾ അടിച്ച? 5-1 ഗൈസ്. നമ്മളപ്പം 5 ഗോൾ അടിച്ചിട്ടുണ്ട്. ആൻഡ് ഹീസ് ക്വിറ്റിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത 4ാമത്തെ മാച്ചിലേക്ക് പോകാം. ഇതെന്തായാലും യു വിൻ ഷുവറാണ്. അപ്പോൾ 4th ആൻഡ് ഫൈനൽ ഓപ്പോണൻറ്റ് ഗൈസ്. നമുക്ക് നോക്കാം. 3-2. ഓക്കെ, നമ്മൾ LMF RMFന് നല്ല പണി ഉണ്ടാക്കുമല്ലോ. 3CB ആയിട്ട് വന്നേക്കാം. അപ്പം സല, മൾട്ടീനി, നൈസ് ഡിഫെൻഡിങ് ഗൈസ്. അപ്പം സോണിയമിൻ, റുമി, പാസ്റ്റ് മെസ്സി. എടാ റണ്ണ് നോക്കടാ, ആ ഒരു ട്രെയിന് പോലെ വരുന്നത് അങ്ങനെ ഇങ്ങോട്ടേക്ക്. ഈസി ഫിനിഷ്. ലൗട്ടറോ മാർട്ടിനസ്. അപ്പം നമ്മൾ 1 അടിച്ചിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. വീണ്ടും ഗൈസ് മൾട്ടീനി. എടാ അതെന്ത് ചെയ്തേൻ. ഓക്കെ, റുമി, ഷൗമിനെ എടുത്ത് ഗൈസ്. എടാ അവിടെ പാസിങ് ഓപ്ഷൻ പോലും ഇല്ലടാ അവർക്ക്. റുമി, ഷൗമിനെ എടുക്ക്. എടാ എന്താ അടിപൊളിയായിട്ടാടാ ഡിഫെൻഡ് ചെയ്യുന്ന എല്ലാവരും. 4-1-2-3 നൈസ് ഡിഫെൻഡിങ് ഗൈസ്. ഓക്കെ, പോയി. അടിപൊളി. എന്താ അടിപൊളിയായിട്ടാന്ന് പറയുമ്പോൾ തന്നെ ഗോൾ വാങ്ങണം. നിങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടന്റ് ഉണ്ടാക്കണതിൻ്റെ കുരിപ്പുകൾ. കിറ്റ്സ് റുമി, ഷൗമിനെ എടുക്ക്. എടാ എൻ്റെ മോൻ അവിടെ ഇത്ര ആളാണ് വന്നേ. ഇതാണ് പറഞ്ഞത് ഡിഫെൻസിൽ നല്ലോണം ആൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇടയ്ക്ക് 1DMF ആയതുകൊണ്ട് ഭയങ്കര സ്പേസും കിട്ടുന്നുണ്ട്. ചില ഫോർമേഷൻ്റെ ഇതുപോലെ ഇരിക്കും. എംബാപ്പെ. അയ്യോ, പണിയായി. ഇല്ല മോനെ, നമ്മൾ ഡിഫെൻഡിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗൈസ്. അവിടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ. അതെന്ത് ഷൂട്ടാടാ വന്നേ. ഒരുമാതിരി ബെൻഡായിട്ട് കുള്ളിക്കയറുന്ന വിചാരിച്ച്. ജസ്റ്റ് മിസ്. ഓക്കെ, സോണിയമീൻ, റുമി, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സെറ്റ്. മെസ്സി ഗൈസ്. ലെറ്റ്സ് ഗോ ഗെയിൻ. ലെറ്റ്സ് ഗോ നമ്മളെ ട്രേഡ് മാർക്കായി മാറുന്നുണ്ട്. സോറി ഗൈസ്. ഓക്കെ, ലെഫ്റ്റ് മിഡ് CF റുമി. റൈറ്റ് മിഡ് നോക്ക് ഗൈസ്. ഈസി ഗോൾ. ലെറ്റ്സ് ഗോ. മെസ്സി ഇറങ്ങി. ഓളും അടിച്ചില്ല തേങ്ങ. നല്ല ചാൻസ് ആടാ അവിടെ. നോക്കത് എത്ര അടിപൊളിയായിട്ട് ഓപ്പൺ ചാൻസ് കിട്ടിയെന്നറിയോ. ഓക്കെ, കറങ്ങുന്നുണ്ട്. എന്താ അവസ്ഥ അറിയില്ല. നോക്കട്ടെ ഗൈസ്, നമുക്ക് വിന്നിട്ടും തോന്നുന്നു. അപ്പോൾ എന്തായാലും വിന്നാവോ ഇല്ലൊന്നും അറിയില്ല. ഇതിപ്പോൾ നള്ളൊക്കെ ആയിട്ടാണ് തീരുമാനമാവും. പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല കിടിലം കളി കളിക്കാനുണ്ട് ഗൈസ് 4-1-3-2. നിങ്ങൾക്ക് നല്ല LMF RMF ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഫോർമേഷനാണിത്. LMF എന്ന് പറഞ്ഞാൽ പ്രൊളിഫിക് വിങ്ങർ യൂസ് ചെയ്യാം,
റോമിംഗ് ഫ്ലാങ്കിനെക്കാട്ടി പ്രൊളിഫിക് വിങ്ങർ ആയിരിക്കും നല്ലത്. കാരണം വിങ്ങിലൂടെ കയറി വേണ്ട, റോമിംഗ് ഫ്ലാങ്ക് ഉള്ളിലേക്ക് വരും. വിങ്ങിൽ നല്ല സപ്പോർട്ടീവായിട്ട് കളിക്കാൻ പറ്റിയ ആരുണ്ടെങ്കിലും നല്ല സ്പീഡുള്ള പ്ലേയേഴ്സേ അവർ യൂസ് ചെയ്താൽ ചിലപ്പം നിങ്ങൾക്ക് നൈസായിട്ട് കളിച്ചേക്കാൻ പറ്റും. അപ്പം ഗെയിം പ്ലേ ഫുള്ളായിട്ട് കണ്ടിരുന്നവർക്ക് താങ്ക് യു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ചാനൽ 20K അടിക്കാറായിട്ടുണ്ട്. 18 ആയിട്ടുള്ളൂ, അടിക്കാറൊന്നും ആയിട്ടില്ല. എന്നാലും പറയേണ്ടത് പറയണമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ഗെയിം പ്ലേ എന്തായാലും ഫോർമേഷൻ ആയാലും എന്തായാലും വരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പം അത്രയേ ഉള്ളൂ അറിയാനുള്ളൂ. ഇതിപ്പം ഇവനാവോ കുറേ നേരമായല്ലോ. അപ്പം എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.